പാകിസ്ഥാൻ്റെ ആണവശേഷിയെ ഇന്ത്യ വില കുറച്ച് കാണരുത്, കരുതിയിരിക്കണം. അതുകൊണ്ട് നമ്മൾ പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്ന കാശ്മീർ പാകിസ്ഥാന് വിട്ടുകൊടുത്ത് ആ അതിർത്തി പ്രശ്നം പരിഹരിക്കണം. ഇനി LOC ഒന്നും വേണ്ട, നമ്മൾ അന്താരാഷ്ട്ര അതിർത്തി അംഗീകരിക്കണം. ചാനൽ ചർച്ചയിൽ ഇന്ത്യയിലെ കൊലകൊമ്പൻ ജേർണലിസ്റ്റായ രാജീവ് സർദേശായി പറഞ്ഞതാണ്. രാജീവ് സർദേശായി ഇപ്പോഴും സുഖമായി പുറത്തിരിപ്പുണ്ട്. ജ്യോതി എന്ന് പറയുന്ന ഒരു സ്ത്രീ പലയിടത്തും നടന്ന് വ്ളോഗൊക്കെ ചെയ്തു. അത് പാകിസ്ഥാനെ സഹായിച്ചു എന്ന് പറഞ്ഞ് അവരെ പിടിച്ച് ജയിലിൽ വിട്ടിരിക്കുക. ഇപ്പോൾ രാജ്ദീപ് സർദേശായിയെ ഇന്ത്യ ടുഡേ പുറത്താക്കി എന്ന് പറഞ്ഞ് ആനന്ദപ്രസാർ പത്രികയിലെ മേഘാ പ്രസാദിൻ്റെ ഒരു ട്വീറ്റ് വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഇതുമെല്ലാം സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞിടത്തോളം രാജീവ് സർദേശായി ഇന്ത്യ ടുഡേയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, പുറത്താക്കിയിട്ടുമില്ല. പുറത്താക്കിയെന്ന് കൺഫേം ആയിട്ട് ആരും പറയുന്നില്ല. പക്ഷേ പുറത്താക്കിയില്ല എന്ന് രാജ്ദീപ് സർദേശായി ട്വീറ്റ് ചെയ്യുന്നുണ്ട്. പുറത്താക്കിയില്ല എന്നല്ല അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്. ദ ടൈഗർ ഈസ് സ്റ്റിൽ റോമിങ് അറൗണ്ട് അറ്റ് 60. അങ്ങനെ 60 വയസ്സായി രാജ്ദീപ്. കടുവയാണ് സ്വയം. അതെ. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും വിരാജിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഇന്ത്യ ടുഡേ എന്ന് പോയിട്ടില്ല എന്നാണ് ആ ട്വീറ്റിൻ്റെ അർത്ഥം. അത് ഒരു തവണയല്ല 3 തവണ പുള്ളി സ്വയം ടൈഗർ എന്ന് വിശേഷിപ്പിച്ച് ട്വീറ്റ് ചെയ്തു. ഇതിൽ ജ്യോതിയുമായിട്ട് ഇതിന് ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ഉണ്ട്. ജ്യോതിയെ പിടിച്ചകത്തിട്ടിരിക്കുന്നത് ജ്യോതി ക്ലിയർ ആയിട്ട് പാകിസ്ഥാനിൽ പലതവണ സന്ദർശിക്കുന്നു. അത് ISIയുടെ ആൾക്കാരെ കാണുന്നു. പാകിസ്ഥാൻ അവർക്ക് Z കാറ്റഗറിയെ പോലെയുള്ള അവിടുത്തെ കാറ്റഗറി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. അവർ നിരന്തരം ഇവരുമായിട്ട് ബന്ധത്തിലുള്ളതിൻ്റെ വാട്സാപ്പ് മെസ്സേജ് അത് ഇത് കിട്ടുന്നു. സോ ഷീ വാസ് സം സോർട്ട് ഓഫ് സ്പൈയിങ് ഫോർ പാകിസ്ഥാൻ എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ ഉറപ്പാണ്. അങ്ങനെയാണ് അവർ പിടിയിലാകുന്നത്. ഇതും പാകിസ്ഥാൻ്റെ വെർഷൻ പറയാനല്ലേ? ഇത് രാജ്ദീപ് സർദേശായി ഒരു ഹീറ്റഡ് ഡിബേറ്റാണ്. ആരാ അത്? സുശാന്ത് സിൻഹ ഓർ സുശാന്ത് എന്നാണ് പേര്. അതിന് മറ്റേ പോർഷൻ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഡിബേറ്റിൽ ഹീറ്റഡ് ഡിബേറ്റാണ്. അതിൽ രാജീവ് സർദേശായി വാദിക്കുകയാണ്, ഈ കുന്തം ഒന്ന് തീർക്കണ്ടേ നമുക്ക്? വർഷം എത്ര ഇതും കൊണ്ട് നടക്കുന്നു. വേണമെങ്കിൽ LOC ഇൻ്റർനാഷണൽ ബോർഡറായിട്ട് അങ്ങ് തീരട്ടെ. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ അതൊരു ബോൺ ഓഫ് കണ്ടൻഷനായിട്ട് നിൽക്കുന്നു. ഇനി അത് കൊടുത്താൽ തീരുമെങ്കിൽ അങ്ങനെ അത് ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വി മസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ് ഓൾസോ. സി ബ്രിങ് ഇറ്റ് ഡൗൺ. ചുമ്മാ യുദ്ധം അവരുടെയിലും ആണവ ആയുധങ്ങളൊക്കെ ഇല്ലേ? ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദം. അവരത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സൊല്യൂഷൻ എന്താ അതിന്? അവർക്ക് അവരൊരു അവിവേകിയായ രാഷ്ട്രമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളും അങ്ങനെ പെരുമാറാമോ? ഇതൊക്കെയാണ് രാജ്യത്തെ ന്യായീകരിക്കുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞതിനെ ന്യായീകരിക്കുന്നില്ല, പക്ഷെ പറയാനുള്ള അയാളുടെ അവകാശത്തെ ഞാൻ ന്യായീകരിക്കുന്നു. പക്ഷെ അത് ഞാൻ ഫ്രീ സ്പീച്ചിനെ അംഗീകരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സൊല്യൂഷൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് രാജ്യദ്രോഹമാകുന്നില്ല. അല്ല, അതിനകത്ത് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു മീഡിയയിലൂടെ ഇയാളിത് പറയുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കൂടെ എന്നുള്ളൊരു ചിന്ത ഒരുപാട് ആളുകളിൽ ജനിപ്പിക്കാൻ പറ്റും. അതോടെ രാജ്യവിരുദ്ധമായ ഒരു നിലപാടിലേക്ക് ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ പറ്റും. അല്ല, അത് ഈ നിങ്ങളുടെ അഭിപ്രായത്തിന് വെയിറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പൊസിഷനുമൊക്കെ മീഡിയ രംഗത്തുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ആൾക്കാരെ സ്വാധീനിക്കും. ബട്ട് സ്വാധീനിക്കും എന്നുള്ളതുകൊണ്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം തടയാൻ പാടുണ്ടോ? ഒരു രാജ്യം ഭയക്കുന്നത് എന്തിനാണ് അഭിപ്രായത്തെ? ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയും ചോദിക്കുകയും എഴുതുകയും പുസ്തകങ്ങൾ എഴുതുകയും പറയുകയൊക്കെ ചെയ്ത എത്രയോ പേരുണ്ടായിരുന്നു. ഇത് കൊടുത്ത വീരന്മാരുണ്ടല്ലോ, ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട്, അവർ മാന്യന്മാരല്ലേ ഇപ്പോഴും? ഈ POJK എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയതാരാ? ജവഹർലാൽ നെഹ്റുവാണ്. ഇപ്പോൾ അതിന് സമാധാനം പറയേണ്ടി വരുന്ന ആരാ? ഡോക്ടർ ജയശങ്കറാണ്. ജയശങ്കർ ഇതൊരു ചർച്ചയിൽ ഭംഗിയായിട്ട് ഫോറിൻ ഡെലിഗേറ്റ്സിനോട് പറയുന്നുണ്ട്, ലുക്ക്, പുള്ളി പലപ്പോഴും തുടങ്ങുന്നത് ലുക്ക് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വെച്ചിട്ട് ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് ആ മനുഷ്യൻ്റെ സാമർഥ്യമാണ്. താൻ പറയാൻ പോകുന്ന അൺപ്ലസൻ്റായ കാര്യത്തിന് പുള്ളി ഒരു പ്ലസൻ്റായ സാധനം തുടങ്ങുന്നത്. പുള്ളി പറഞ്ഞു, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ ഏറ്റവും അധികം സ്ഥലം, ഏറ്റവും അധികം കാലം കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ സ്ഥലം പാകിസ്ഥാൻ കൈവശം വെച്ചതാണ്.
രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇങ്ങനൊരു സംഭവം ഭൂമിയിലുണ്ടായിട്ടില്ല. ഇത്രയധികം സ്ഥലം വേറൊരാളുടെ കയ്യിൽ ഇരുന്നിട്ടില്ല, ഇത്രയധികം കാലം ഇരുന്നിട്ടില്ല. ഞങ്ങൾ യുണൈറ്റഡ് നേഷൻസിൽ പോയി, UN-ൻ്റെ പ്രസക്തിയാണ് ചർച്ച. ഞങ്ങൾ യുണൈറ്റഡ് നേഷൻസിൽ പോയി എന്ത് സംഭവിച്ചു? ആക്രമണം, ഇൻവേഷൻ എന്നുള്ളത് ഡിസ്പ്യൂട്ടായിട്ട് മാറി, തർക്കമായിട്ട് മാറി. വാസ്തവത്തിൽ ഏകപക്ഷീയമായ ആക്രമണം കൊണ്ട് അവർ പിടിച്ചെടുത്ത സ്ഥലം ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി എന്ന് അറിയപ്പെട്ടു. എന്നിട്ട് ഒരു ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ടാക്കി, വെടിനിർത്തൽ അങ്ങനെ ചെയ്തു. ബാക്കിയുള്ളത് തന്ത്രപരമായിട്ട് ജയശങ്കർ പറഞ്ഞില്ല. അന്ന് ജനറൽ തിമ്മയ്യ നെഹ്റുവിനോട് പറഞ്ഞു, എനിക്ക് 1 മാസത്തെ സമയം എന്താ, ഇത് ഞാൻ തിരിച്ചു പിടിക്കാം. യുണൈറ്റഡ് നേഷൻസ് സമാധാനം ഉണ്ടാക്കും. യുണൈറ്റഡ് നേഷൻസിൽ പോയിട്ട് ഇതാണ് കിട്ടിയത്. അതിനുശേഷം അതിന് സൊല്യൂഷൻ ഉണ്ടായില്ല. ബട്ട് കാലം പോകെ പോകെ ആളുകളിൽ ഇങ്ങനൊരു ചിന്തയുണ്ടായി, ഇതങ്ങോട്ട് കൊടുക്ക് തീരട്ടെ, ഇനി അതുകൊണ്ട് തലവേദന വേണ്ട, നമുക്ക് സമാധാനം വേണ്ടേ. ഏതായാലും ഇപ്പോൾ അവരുടെ കയ്യിലായിരിക്കുന്നത്, നമ്മൾ പടം വരച്ച് വയ്ക്കുന്നില്ലേ ഉള്ളൂ. ഈ ഇന്ത്യയുടെ 2 മസ്തകങ്ങൾ പോലെ ഇങ്ങനെ ഉണ്ടല്ലോ, ഈ 2 മസ്തകവും നമ്മുടെ കയ്യിലല്ല. വലതുവശത്തുള്ളത് അക്സായി ചിൻ ചൈനയുടെ കയ്യിലാണ്, ഇടതുവശത്തുള്ളത് പാകിസ്ഥാൻ്റെ കയ്യിലാണ്. POJKയുടെ ഭാഗമാണത്, ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ എന്നറിയപ്പെടുന്ന സ്ഥലം. ഈ 2 മസ്തകങ്ങളും നമ്മുടെ കയ്യിലില്ല, നമ്മൾ വരച്ചു വയ്ക്കും. ആരെങ്കിലും വരച്ചില്ലെങ്കിൽ അവൻ്റെ പേരിൽ നടപടിയെടുക്കും. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾക്കെല്ലാം ഇതറിയാം, ഈ പറഞ്ഞ ഭൂപ്രദേശം ഇന്ത്യയുടെ കയ്യിലല്ല. ഇന്ത്യ പക്ഷെ വരച്ചു വയ്ക്കുന്നു. അവർ നിങ്ങൾ വരച്ചു വയ്ക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ മിണ്ടാതിരിക്കുന്നു. ഇതല്ലേ അവസ്ഥ. അപ്പം ഇതങ്ങോട്ട് സമ്മതിക്കും, ഓക്കെ ടേക്ക് ഇറ്റ് ആൻഡ് ഡു വിത്ത് ദാറ്റ്. ഇങ്ങനെ ചിന്തിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഞാൻ ഈ ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് RSS നേതാവിനോട് ചോദിച്ചു. ആബാജി തത്തെ, ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ ഡോക്ടറായിരുന്നു അദ്ദേഹം. ഹി വാസ് വെരി യങ് അറ്റ് ദാറ്റ് ടൈം. പിന്നീട് വയസ്സായി. RSS പ്രചാരകനാണ്. ഞാൻ ഒരു ഇതുപോലെ ബൈഠക് RSS അതിൽ ഞാനിത് ചോദിച്ചു, കാശ്മീർ കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഗതി തീരുമോ, തലവേദന കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നമുക്കത് കൊടുത്താലെന്താ? എത്രയോ ഭൂമി നമ്മുടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പുള്ളി പറഞ്ഞു, ലുക്ക് മോഹൻദാസ്, അതൊന്ന് സങ്കല്പിച്ച് നോക്കുക, അത് നമ്മൾ കൊടുക്കുന്നു, തീരുമോ അവരുടെ പ്രശ്നം? ഇല്ല, തീരില്ല. അവരടുത്തത് ഹിമാചൽ പ്രദേശ് ചോദിക്കും, പഞ്ചാബ് ചോദിക്കും, പിന്നെ ഡൽഹി ചോദിക്കും, ഓരോന്നായിട്ട് ചോദിക്കും. ബംഗ്ലാദേശ്, പശ്ചിമ ബംഗാൾ ചോദിക്കും. അപ്പോഴും മോഹൻദാസ് പറയും, കൊടുത്തേക്ക്, തലവേദന തീരുമല്ലോ. ഇപ്പോൾ 1962 ചൈന നമ്മളെ ആക്രമിച്ചു. എടുക്കാവുന്നിടത്തോളം സ്ഥലം അവരെടുത്തു. എന്നിട്ട് ഏകപക്ഷീയമായിട്ട് വെടിനിർത്തി. നമ്മൾ പറഞ്ഞിട്ടില്ല, റിക്വസ്റ്റ് ഒന്നുമല്ല, മതി, ഇത്രയും മതിയാണ്. അവർ മടുത്ത് വെടിനിർത്തി. എന്നിട്ട് അവരുടെ സ്ഥലത്തോടുള്ള ആസക്തി അവസാനിച്ചോ? ഇല്ല. അവർക്കിപ്പോൾ അരുണാചൽ വേണം, ഗൽവാൻ വേണം, ഡെംചോക്ക് വേണം. പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ ആബാജി അന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സ്ഥലം കൊടുത്ത് ഒരാളെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അവസാനം മുഴുവൻ തന്നെ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ഉടുത്ത മുണ്ടും കൂടെ അഴിച്ചു കിട്ടിയാലും അപ്പോഴും അയാൾക്ക് തൃപ്തിയാവില്ല. അതുകൊണ്ടാണ് ഇത് കൊടുക്കരുതെന്നും. അല്ലാതെ നമുക്കിപ്പോൾ ഈ സ്ഥലം കിട്ടിയിട്ട് അങ്ങ് അത്യാവശ്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഇറ്റ് ഈസ് ആൻ അഗ്രഷൻ വിച്ച് ഈസ് ടു ബി ബ്ലോക്ക്ഡ്. പ്രത്യാക്രമണം നടത്തി അവരുടെ സ്ഥലവും കൂടെ പിടിച്ച് കുറച്ചുകൂടെ അപ്പുറത്തും കൂടെ പിടിച്ചിട്ട് നമ്മൾ ഇനി ചർച്ച ചെയ്യാമെന്ന് പറയുക. ദാറ്റ് ഈസ് ദ കറക്റ്റ് സ്ട്രാറ്റജി ഫ്രം എ നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്. ബട്ട് സ്റ്റിൽ അന്ന് പയ്യനായിരുന്ന ഞാൻ ചോദിച്ച ചോദ്യം, അത് ഭാരതത്തിൽ ഒരുപാട് പേര് ചോദിച്ചത് കേട്ടിട്ടാണ് ഞാനിത് ചോദിച്ചത്. ഇതേ സാധനം ഇപ്പോഴും കൊണ്ടു നടക്കുന്നവരുണ്ട്. രാജീവ് സർദേശായി ബിലോങ്സ് ടു ദം. ദർ ഈസ് എ ഗ്രൂപ്പ് വിച്ച് ഈസ് തിങ്കിങ് ദാറ്റ് യു ഗിവ് ദാറ്റ് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ടു ദം. LOC നമുക്ക് ഇൻ്റർനാഷണൽ ബോർഡർ ആക്കാം. കൺവേർട്ട് LOC ഇൻടു IB. പ്രശ്നം തീരുമല്ലോ എന്ന് വിചാരിച്ചു. ഇത് ഒരു ഹീറ്റഡ് ഡിബേറ്റിൽ പറയാൻ ഒരാൾക്ക് അവകാശമുണ്ട്. അത് ഒരു നല്ല കാര്യമാണ്. അയാൾ പറഞ്ഞത് നല്ല കാര്യമല്ല. നല്ല കാര്യം മാത്രമല്ല, രാജ്യത്തിൻ്റെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള സ്റ്റാൻഡിനെതിരുമാണ്. വെൽ സെറ്റിൽഡ് സ്റ്റാൻഡിനെതിരെ സംസാരിക്കാമല്ലോ. അത് രാജ്യത്തിനെതിരായ വർത്തമാനമല്ലേ?
രാജ്യത്തിനെതിരായ വർത്തമാനമല്ല, അതൊരു ഐഡിയ ആണ്. എല്ലാത്തിലും ഇങ്ങനെ രാജ്യത്തിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ പറയുന്ന കാര്യം എല്ലാവരും അംഗീകരിച്ചോളണം, അതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യവിരുദ്ധമാണ്. നാളെ ഇപ്പോൾ ഇതേ ആശയവുമായി ഒരു 10,000 പേര് തെരുവിലിറങ്ങി POK വിട്ടുകൊടുത്തിട്ട് കാശ്മീർ പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞാലോ? ദാറ്റ് വിൽ ബി ഡെൽറ്റ് വിത്ത് വെരി സീരിയസ്ലി. അല്ല, അവർക്ക് പറയാനും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള അവകാശം, മൗലിക അവകാശം ഉണ്ടല്ലോ. ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെ തെരുവിൽ ഇറങ്ങിയ ഒരു ക്രൗഡിനെ ഡീൽ ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട്. അവർ സമാധാനപരമായിട്ടാണെങ്കിലോ? സമാധാനമായിട്ട് ചിലപ്പോൾ പോയി എന്ന് വരും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇന്ത്യൻ പതാക ഒരാൾ കത്തിക്കുന്നു, പണി കിട്ടും ഇല്ലേ? നമുക്ക് ദേശീയ പതാകയൊക്കെ സംരക്ഷിക്കുന്ന നിയമമുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്യും, മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതെല്ലാം. അമേരിക്കയിൽ ഇതില്ല. യു ക്യാൻ ബേൺ അമേരിക്കൻ ഫ്ലാഗ്. അമേരിക്കയിൽ ഒരാൾ അമേരിക്കൻ പതാക കത്തിച്ചു, അവിടെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. പക്ഷേ ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പോയി കഴിയുമ്പോൾ കോടതി പറഞ്ഞു, നിയമമില്ല എന്ന് മാത്രമല്ല, ഒരു പതാക കത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ഉരുകിപ്പോകുന്ന സാധനമൊന്നുമല്ല അമേരിക്ക. ആരെങ്കിലും ഒരു പതാക കത്തിച്ചാൽ പോടാ നോൺസെൻസ് എന്ന് പറഞ്ഞ് വിടുന്ന ആത്മവിശ്വാസമുള്ളൊരു രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് അയാളെ വെറുതെ വിട്ടു. അമേരിക്കയിൽ ഇന്നും അമേരിക്കൻ പതാക കത്തിക്കാം, ആരും കത്തിക്കാറൊന്നുമില്ല. ബട്ട് നമ്മൾ പൊതുവെ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ് ടു എവരിബഡി ഞാൻ പറയുകയാണ്, ഭാരതത്തിൽ രാജ്യസ്നേഹമുള്ളവരുടെ എണ്ണം കുറവാണ്. രാജ്യം എങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല, എൻ്റെ കാര്യം, എൻ്റെ പിള്ളേരെ ഞാൻ യൂറോപ്പിൽ അയച്ചിട്ടുണ്ട്. സംഗതി അപകടമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഗൾഫിലോ യൂറോപ്പിലേക്കോ ഞാൻ കിടക്കും. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ധാരാളം പേരില്ല നമ്മുടെ കൂട്ടത്തിൽ. നമ്മളൊരു പ്രശ്നം അതാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇൻസെക്യൂറാണ് ഉള്ളിൽ. എൻ്റെ കൂടെയുള്ളവർ തന്നെ എൻ്റെ രാജ്യത്തിനെതിരെ ഒറ്റിക്കളയും, പ്രവർത്തിച്ചു കളയും എന്നുള്ള പേടിയിൽ നിന്നാണ് നമുക്ക് ഈ വക റിയാക്ഷൻസ് ഉണ്ടാകും. ഒരാളെന്തെങ്കിലും പറഞ്ഞു ഉടനെ അവനെ പിടിക്കുന്നൊക്കെ തോന്നുന്നു. ഫ്രീ സ്പീച്ച് അനുവദിക്കുക, അൺലെസ് ഇറ്റ് ഡസൻ ക്രോസ് എ ലിമിറ്റ്. ഒരാളൊരു ഐഡിയ പറയുന്നു, അയാൾക്ക് ഈ ഐഡിയ ഒരുപാട് പേര് പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഇത് കൊടുത്തിട്ട് നമുക്ക് പ്രശ്നം തീർക്കാം എന്ന് പറയുന്നുണ്ട്. പലതവണ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചർച്ചകളിൽ ഈ പ്രശ്നം വന്നിട്ടുണ്ട്. അതിൽ ആൾക്കാർ ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അവരുടെ ധാരണ, ഇപ്പോൾ ഗിവിങ് അലവൻസ് ടു ദം, അവരുടെ ധാരണ ഇത് കൊടുത്താൽ തീരുമെങ്കിൽ കൊടുത്തേക്ക്, കാരണം ഏതായാലും അത് നമ്മുടെ കയ്യിലല്ല. അല്ല, തീരില്ല എന്ന് ഇവർക്ക് അറിയില്ലേ? 48 മുതൽ ഈ സാധനം പാകിസ്ഥാൻ്റെ കയ്യിലേ ഇരിക്കുന്നത്. POK വർഷം എത്രയായി? അപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ശരി, നീ അത് എടുത്തു നോക്കേണ്ടത്, അതോ ഇനി മേലെ പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻറ്റിൽ എത്താമോ എന്നാണ് അവരുടെ നോട്ടം. പാകിസ്ഥാൻ്റെ സ്ഥിതി എന്താ? ചിലപ്പോൾ ഈ എഗ്രിമെൻറ്റ് വിജയിച്ചെന്നും വരും. ബട്ട് സ്റ്റിൽ പാകിസ്ഥാനിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാനിൽ ഭരിക്കുന്നത് പട്ടാളമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും നടന്നില്ല, എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഫൈനൽ വാക്ക് പട്ടാളത്തിൻ്റെയാണ്. അതുകൊണ്ടാണ് തോറ്റ ജനറലിന് ഫീൽഡ് മാർഷലാക്കി പ്രൊമോഷൻ കൊടുത്തത്. ഫീൽഡ് മാർഷൽ. അപ്പോൾ ദിസ് ഈസ് ദ ഫാക്ട്. പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ ശത്രുബോധം എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, അത് ഇല്ലാത്തതിൻ്റെ കുറവ് നമുക്ക് ഒരുപാടുണ്ട്. മോദി വന്നതിന് ശേഷം വന്നൊരു ചേഞ്ച് അതാണ്. മെല്ലെ ശത്രുബോധം, അത് ചണക്കിന് ഉപയോഗിച്ച വാക്കാണ്. ശത്രുബോധം മെല്ലെ മനുഷ്യർക്ക് ഉണ്ടായി തുടങ്ങി. ആരാണ് നമ്മുടെ ശത്രു? മറ്റേത് നമ്മൾ വലിയ പ്രിൻസിപ്പിൾസ് പറഞ്ഞു, എനിക്ക് ശത്രുവില്ല, എൻ്റെ വീടിന് ചുമരുകളില്ല, ആഹാഹാ ഓഹോ ഇല്ലേ, ശരി, അതിരുകളില്ലാത്തല്ലോ, അതിരില്ല, നിന്റെ മുഴുവൻ സാധനവും മറ്റേ മതിൽ കെട്ടിയിട്ട് കൊണ്ടുപോയി, എനിക്കതിരില്ല. അവസാനം ഇവന് കിടക്കാൻ സ്ഥലം പോലും ഇല്ല, വല്ലവൻ്റെയും സൗജന്യത്തിലായി പോകും. ഇതുപോലത്തെ തത്വങ്ങളിൽ മയങ്ങി നമ്മൾ അങ്ങനെയല്ലേ നെഹ്റു പഞ്ചശീലം എന്നൊക്കെ പറഞ്ഞത് ചവൻലായ്മയായിട്ട് ഒപ്പിട്ട് അത് കഴിഞ്ഞാണ് ആക്രമണം. അപ്പോൾ ഇതുപോലത്തെ വേണ്ടാത്ത തത്വങ്ങളും ഒക്കെ കൊണ്ടു നടക്കും. അങ്ങനെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും. രാജ്ദീപ് സർദേശായിയുടെ കാര്യത്തിൽ രാജ്യദ്രോഹം ഇല്ല, അദ്ദേഹത്തെ ഇന്ത്യ ടുഡേ പുറത്താക്കേണ്ട കാര്യമില്ല. ഇപ്പം ഈ പറഞ്ഞ ആ ഡിബേറ്റ് ഞാൻ കണ്ടു. അതിനകത്ത് ഇറ്റ് ഈസ് എ ഹൊറിബിൾ ഒബ്നോക്ഷ്യസ് ഐഡിയ വിച്ച് ഹി ഈസ് അഡ്വക്കേറ്റിംഗ്. ബട്ട് അതൊരു സെഡീഷനാണെന്ന് ഞാൻ കരുതുന്നില്ല. അത്രയൊക്കെ പറയാനുള്ള അവകാശം ജനങ്ങൾക്ക് കൊടുക്കണം. അതിൻ്റെ പേരിൽ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുന്നതിലും കാര്യമില്ല. ഇതിൽ സംഭവിച്ചത് ഇപ്പോൾ 1950 രമേശ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസ് ഉണ്ടാകുന്നത്.
ആ കേസിനെ സർക്കംവെൻറ്റ് ചെയ്യാനാണ് നെഹ്റു ഫസ്റ്റ് അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത് ഭരണഘടനയിൽ. ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിലാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസിദ്ധീകരണം, രമേശ് താപ്പറാണ് അതിൻ്റെ എഡിറ്റർ. ഓർഗനൈസർ എന്ന് പറഞ്ഞ് RSSൻ്റെ പ്രസിദ്ധീകരണം. ഈ ഓർഗനൈസറും ക്രോസ് റോഡ്സും നിരന്തരം നെഹ്റുവിനെ വിമർശിച്ചുകൊണ്ടിരുന്നു. ക്രോസ് റോഡ്സ് കമ്മ്യൂണിസ്റ്റ് ഐഡിയ ആണ്, പക്ഷെ പാർട്ടിയുമായിട്ടൊന്നും അയാൾക്ക് ബന്ധമില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. ഓർഗനൈസർ പിന്നെ പറയുകയോ വേണ്ട, RSSൻ്റെ ലൈൻ. ഇത് രണ്ടും നെഹ്റു നിരോധിച്ചു. രണ്ടുപേരും ഇത് ചലഞ്ച് ചെയ്തു. പക്ഷെ ആ കേസ് അറിയപ്പെടുന്നത് രമേശ് താപ്പർ ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയും. മദ്രാസിലായിരുന്നു നിരോധനം. സുപ്രീം കോടതി അന്ന് വിധിച്ചു, ഇവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഇവരിത് പറയും. ഇത് മാറ്റാനായിട്ട് 1902 എന്ന് പറഞ്ഞിട്ട്, 1901 മറ്റ് മൗലികാവകാശങ്ങൾ, 1902 സബ്ജക്റ്റ് ടു പബ്ലിക് ഹെൽത്ത്, മൊറാലിറ്റി ആൻഡ് സംതിങ് എൽസ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വിധേയമായിട്ടായിരിക്കണം മൗലികാവകാശങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്നുള്ള ഫസ്റ്റ് അമെൻമെൻറ്റ് കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അങ്ങനെയാണ് ഇത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. അന്ന് ഇതുകൊണ്ടായിരുന്നു രാജ്യത്തിൻ്റെ വിദേശ നയത്തെ വിമർശിച്ചുകൂടാ. നിങ്ങൾക്ക് ഇൻറ്റേർണലി, നിങ്ങൾ പൗരനാണ്, ഇൻറ്റേർണലി നിങ്ങൾക്ക് ഗവൺമെൻറ് പോളിസികളെ വിമർശിക്കാം, ബട്ട് എക്സ്റ്റേണൽ പോളിസിയെ വിമർശിച്ചുകൂടാ. എക്സ്റ്റേണൽ അഫയേഴ്സിൽ കയറുക എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സിനെ എല്ലാവരും വിമർശിക്കാറുണ്ട്. ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ളത് എന്നെ പോലെയുള്ള RSS ജനസംഘം ടീമാണ് വിദേശകാര്യത്തെ മുഴുവൻ. അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൽ ഇന്ദിരാഗാന്ധി ഭാരതത്തിൻ്റെ പ്രതിനിധി അയച്ചു. ദാറ്റ് വാസ് ഇൻ 1968 or so. അപ്പോൾ അന്ന് ഏറ്റവും വലിയ ബഹളം വെച്ചത് ജനസംഘവും RSSുമാണ്. നമ്മൾ ഇസ്ലാമിക് കൺട്രി അല്ല, പിന്നെ എന്തിന് പ്രതിനിധി അയക്കണം? റബാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, എനിക്ക് തോന്നുന്നു ഈജിപ്തിലോ മറ്റായിരുന്നു, അത് നമ്മൾ പ്രതിനിധി അയച്ചു. അവരെ ഇറക്കി വിട്ടു. ആ പറ്റും, നിങ്ങളാരും ഇവിടെ വരാൻ ചോദിച്ചു. വലിയ അപമാനമായി. അവരോട് ചോദിക്കാതെ പോയിട്ടാണ്. അതെ, കാരണം ലോകത്തെ പല ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ മുസ്ലിങ്ങൾ ഭാരതത്തിലുണ്ട്. അതുകൊണ്ട് റൈറ്റ്ഫുള്ളി നമ്മൾ ഇസ്ലാമിക് കോൺഫറൻസ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് നടക്കുമ്പോൾ നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവിനെ വിടണം. ഞങ്ങളുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങളുടെ എണ്ണമല്ല, നിങ്ങൾ ഇസ്ലാമിക് കൺട്രി ആണോ? അല്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനും ഇസ്ലാമിക് കൺട്രികളിലെ സമ്മേളനത്തിലേക്ക് ആളെ വിടണം? ഇതായിരുന്നു. മാത്രമല്ല, പോയവനെ അവരെ അപമാനിച്ചിറക്കി വിടുകയും ചെയ്തു. തല്ലിയൊന്നുമില്ല, ബട്ട് അവർ they were bewildered. How can India enter into this? India is not an Islamic country. ഇതൊക്കെ സംഭവിച്ചു. ഇതൊക്കെ ഫോറിൻ പോളിസി വിമർശിക്കലല്ലായിരുന്നു, പച്ചയ്ക്ക് വിമർശിച്ചിട്ടുണ്ട്. റഷ്യയുമായിട്ടുള്ള കരാറിനെ വിമർശിച്ചിട്ടുണ്ട് ഭീകരമായിട്ട്. അതിനെതിരെ പ്രകടനം നടത്തിയിട്ടുണ്ട് ഡൽഹിയിൽ ജനസംഘക്കാർ. ഈ അദ്വാനി വാജ്പേയിയൊക്കെ കൂടെ, ബൽരാജ് മന്ധോക്കൊക്കെ ഉണ്ടായിരുന്നു അന്ന് വലിയ നേതാവ്. ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. വിദേശ നയത്തെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ചൈനയുമായിട്ടുള്ള ഏർപ്പാടിനെ വിമർശിച്ചിട്ടുണ്ട്. സിംല കരാറിനെ വിമർശിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നരേന്ദ്രമോദി, ജയശങ്കർ ഇവരൊക്കെ ഒരു തീരുമാനമോ നയമോ കരാറോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കോൺഗ്രസ് വിമർശിച്ചുകൂടാന്ന് നമുക്ക് പറയാൻ പറ്റും. വിമർശിച്ചാൽ അത് രാജ്യദ്രോഹമാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. ദേ ഹാവ് എ റൈറ്റ് ടു ക്രിട്ടിസൈസ്. യു ഹാവ് ടു കൺവിൻസ് യുവർ പീപ്പിൾ ദാറ്റ് യു ആർ ഡൂയിങ് ദ റൈറ്റ് തിങ്. അതല്ലേ ഡെമോക്രസി. അതെ. പക്ഷേ ഈ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, രാജ്ദീപ് സർദേശായിയെ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ ഇന്ത്യ ടുഡേ നിന്ന് പുറത്താക്കണം എന്ന അഭിപ്രായമുണ്ടോ? ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ പുറത്താക്കണം എന്ന് ഞാൻ പറയില്ല, ബട്ട് അയാളെ കളയുന്നതാണ് ഇന്ത്യ ടുഡേക്ക് നല്ലത്. ടോട്ടലി രാജ്ദീപ് സർദേശായി എന്ന ജേർണലിസ്റ്റിനെ മൊത്തം അസസ് ചെയ്യുമ്പോൾ അങ്ങനെ മൊത്തം ഒരു ആൻറ്റി നാഷണൽ പ്രൊപ്പൻസിറ്റിയുള്ള മനുഷ്യൻ. അതാണ്, അവിടെയാണ് പ്രശ്നം. അങ്ങനെയുള്ള ഒരാൾ ഇത് പറയുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി കൂടത്തില്ലേ? ഗ്രാവിറ്റി കൂടും. ഞാൻ അതാ പറഞ്ഞത്. നമ്മളിപ്പോൾ ഇന്ന് ഒരാൾ MG റോഡിൽ ദേശീയ പതാക കത്തിക്കുന്നു, നമ്മൾ രണ്ടുപേരും കാണുന്നു, ഇവനെന്ത് വട്ടൻ നമ്മൾ ഉണ്ടാകും. ഓഗസ്റ്റ് 15 വെല്ലിംഗ്ടൺ ഐലൻഡിൽ സതേൺ നേവൽ കമാൻഡിൻ്റെ ഗേറ്റിന് മുമ്പിൽ ഒരാൾ ദേശീയ പതാക കത്തിക്കുന്നു. നമ്മൾ വണ്ടി അവിടെ നിർത്തും. സുനിൽ പറയും, ചേട്ടാ ഇത് കൈകാര്യം ചെയ്തിട്ട് ബാക്കി കയറ്റും. കാരണം അത് ഓഗസ്റ്റ് 15 നേവൽ ഹൈക്കമാൻഡ്, ഇതിൻ്റെ നേവൽ കമാൻഡിൻ്റെ ഗേറ്റാണ്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. പ്രവൃത്തി ഒന്നാണ്,
ബട്ട് ആ സാഹചര്യം വേറെയാണ്. അതുപോലെ രാജ്ദീപ് സർദേശായി ഇപ്പോൾ ഈ നമ്മുടെ കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ ഈ അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ ഗ്രാവിറ്റി 10 ഇരട്ടിയായതിനെ ഇന്ത്യ ടുഡേ വിൽ ബി ഫോഴ്സ് ടു ത്രോ ഹിം ഔട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ചർച്ചയിൽ ഹീറ്റഡ് ഡിബേറ്റിൽ അങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. ഒരു കാര്യം പറയുന്നതിനൊരു സമയമൊക്കെ ഉണ്ട്. അതെ അതെ, ആ സമയം സംഗതി നോക്കിയിട്ടാണ് നേരത്തെ ജനസംഘവും പിന്നെ BJP ഒക്കെ ഇവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള. അങ്ങനെ തന്നെയാണ്. ഏതായാലും ഈവൻ അഷുറൻസ് കൊടുത്തിട്ടുണ്ട് രാജ്യസഭയിൽ. അരുൺ ജെയ്റ്റ്ലി AK ആൻ്റണിക്ക് ഉറപ്പ് കൊടുത്തു, ആൻ്റണി ആയുധം എവിടെയാണെന്ന് വെച്ചാൽ വാങ്ങിച്ച് പട്ടാളക്കാർക്ക് കൊടുക്കുക, ഞങ്ങൾ അഴിമതി ആരോപണം കൊണ്ടുവരില്ല. ആൻ്റണിക്ക് പേടിയതാണ്, അഴിമതി എന്ന് പറയും, ഞങ്ങൾ ചെയ്യില്ല. അഡ്വാൻസ് ആയിട്ട് ഞാൻ രാജ്യസഭയെ മുൻനിർത്തി സ്പീക്കറും ഇരിക്കുന്നു, ഞാൻ അഷുറൻസ് തരുന്നു, ഞങ്ങൾ ഒരക്ഷരം മിണ്ടില്ല, നിങ്ങൾ ആയുധം വാങ്ങിച്ച് കൊടുക്കുക പ്ലീസ്. വാങ്ങിയില്ല ആൻ്റണി പേടിച്ചിട്ട്. കാരണം ഇവർ ചെയ്തില്ലെങ്കിൽ കൂടെയുള്ള വേറെ ആരെങ്കിലും ചെയ്യും. പുള്ളി വേണം ഒരു ബാറ്ററി വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവിടെ 7 പേര് മരിച്ചില്ലേ നേവിയിൽ, ബാറ്ററി ഇല്ലാഞ്ഞിട്ട് മുങ്ങിക്കപ്പലിൽ ആ സ്ഥിതിയാക്കി. അപ്പോൾ ഇതിന് സഹകരിക്കും, പ്രതിപക്ഷം സഹകരിക്കുകയും വേണം. അത് ചെയ്യാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. വാസ്തവത്തിൽ രാജ്യം സ്വദേശേക്കാളും ഡാമേജ് ഉണ്ടാക്കുന്നവൻ രാഹുൽ ഗാന്ധിയാണ്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് വലിയൊരു വിവാദവും വാർത്തയും ഒക്കെ ആയി ഓടുന്നുണ്ട്. രാജ്ദീപ് സർദേശായി അകത്താണോ പുറത്താണോ എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.